ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. ചട്നി പൗഡർ. അത് നമ്മൾ കുറേ നാൾ നമുക്ക് കേടുകൂടാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർക്കും അങ്ങനെ യങ്സ്റ്റേഴ്സിനും ഒക്കെ പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റും. അങ്ങനെ അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും ചെയ്ത് കാണണേ. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് തേങ്ങ ചിരവിയതാണ്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 7 എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഞാൻ ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞതാണ്, തൊലി കളഞ്ഞതാണ്. എന്നിട്ട് ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ കൂട്ടുന്നതോറും ടേസ്റ്റ് കൂടും കേട്ടോ. അതൊക്കെ ഓരോന്നും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് കൂട്ടാം കേട്ടോ ഇത്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പറാണ്. 5 അല്ലി വെളുത്തുള്ളിയാണ്. 1 സ്പൂൺ മുളക് പൊടി. മുഴുവൻ മുളകുള്ളവർ അതിട്ടാൽ മതി കേട്ടോ. മുളക് പൊടി ഏറ്റവും അവസാനമാണ് ഇടേണ്ടത്. ആവശ്യത്തിന് ഉപ്പ്. ഇത് ഞാൻ വലിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളൻപുളി എടുത്താണ്. അതിൻ്റെ കുരുവും നാരും അതിൻ്റെ തോടും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം, ഫ്രൈ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തു. നമുക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങയിലോട്ട് നമുക്ക് ഉപ്പ് നമുക്ക് അവസാനം ചേർത്താൽ മതി. നമുക്ക് ചെറുള്ളി ഇടാം. കുരുമുളക് ഇടാം. മറ്റൊരു മുളക് മുഴുവനോടെ ചേർക്കുന്നവരിപ്പോൾ ചേർത്താൽ മതി കേട്ടോ. ഞാൻ പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവസാനമാണ് ചേർക്കുന്നത് കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. കളർ മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ തീ കുറച്ചിടണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. ഇഞ്ചി അങ്ങനെ തന്നെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇഞ്ചിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. പിന്നെ കറിവേപ്പില. ഇത് വറുത്തിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. ഒത്തിരി അരച്ച് കളയരുത്. ഒത്തിരി നേരിട്ട് അരച്ച് കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് മെല്ലെ മെല്ലെ അരച്ച് വേണം എടുക്കാൻ. ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും കൂടി ഇതിലോട്ട് ഇടുവാണേ. ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങോട്ട് വലിഞ്ഞ് പൊക്കോളല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ നാളെ നമുക്കത് കേടാകാതെ സൂക്ഷിക്കാനും പറ്റും. നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രത്തിൽ ഫ്രൈ ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ. അന്നേരം നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതോടെ വരെ നമ്മളിത് ഫ്രൈ ചെയ്യണം. ഒത്തിരി ഫ്രൈ ചെയ്ത് ഡാർക്ക് കളർ ആക്കേണ്ട കാര്യമില്ല. അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് പോവും. കളറൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങി. നമുക്കിനി തീ കുറച്ചിട്ട്
അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. അതുപോലെ ഇഞ്ചി നിങ്ങൾ അരിയുമ്പോൾ വളരെ കനം കുറച്ചിട്ട് പിന്നെ നീളത്തിനും കൂടി അരിയാൻ നല്ലതായിരിക്കും കേട്ടോ. ഇച്ചിരിയാലും കനം കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് ഫ്രൈ ആയി വരികയില്ല, പിന്നെ അതിന് പച്ചച്ചവ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇവിടെ കിടന്നിട്ട് അങ്ങോട്ട് മൂത്തോളും. എന്നിട്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. ഇത് പാത്രത്തിൽ ചൂടുകൊണ്ട് കുറച്ച് നേരം കൂടി ഒരു മിനിറ്റെങ്കിലും കൂടി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവേ. ഇനി പൊടിക്കാൻ നേരത്ത് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് ചേർക്കണ്ട. അപ്പോൾ കുറേശ്ശെ ഉപ്പ് ചേർത്തിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ചേർത്താൽ മതി. ആദ്യമേ തന്നെ ഉള്ള ഉപ്പെല്ലാം കൂടി ഇടരുതേ. എന്നാൽ ഇനി ഞാനിത് തണുപ്പിച്ചിട്ട് പൊടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ നല്ലപോലെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. അപ്പോൾ നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ നല്ലപോലെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.